ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ നമ്മൾ കുറച്ചായി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട്. ഗെയിം ചാലഞ്ച് കഴിഞ്ഞതിന് ശേഷം വീഡിയോസ് ഇട്ടിട്ടില്ല തോന്നുന്നു. ഷോർട്സ് ഇട്ടിട്ടുള്ളൂ, അത്രേ ഉള്ളൂ, റീൽസിൻ്റെ. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ തൃശ്ശൂരാണ് ശരിക്കും ഞങ്ങൾ താമസം. പക്ഷേ ഇന്ന് തൃശ്ശൂരല്ല, ഇത് കണ്ണൂരാണ്. കണ്ടോ, ഇത് ഞങ്ങളുടെ അച്ഛൻ്റെ വീട്ടിലാണ്. അച്ഛൻ്റെ വീട് കണ്ണൂരാണ്. അതുപോലെ തന്നെ അമ്മയുടെ വീട് കോഴിക്കോടാണ്. ഞങ്ങൾ സെറ്റിൽ ചെയ്ത് തൃശ്ശൂരാണ്. അപ്പോൾ അമ്മയൊക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് ഇവിടുന്ന് ഒരു യാത്ര എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അതായത് വലിയ പ്ലാനിങ് ഒന്നുമില്ല. ഇവിടെ അത്യാവശ്യം കാണാൻ സ്ഥലങ്ങളുണ്ടെന്ന് പറയണു. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം നമ്മൾ പ്ലാൻ ചെയ്യും. അന്നാണ് ഇന്നത്തെ ഒരു പരിപാടി. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട്. പോകുന്ന എങ്ങോട്ടാണ് വെച്ച് കഴിഞ്ഞാൽ വഴിയെ നമ്മൾ പറയും വീഡിയോയിൽ. ഓക്കെ, ബൈ. അപ്പോൾ ഗായ്സ്, നമ്മൾ പുറപ്പെട്ടു. വഴിയിലാണ് ഇപ്പോൾ. നമ്മളിതാ റോട്ടിലാണ്. നമ്മൾ വണ്ടി നിർത്തിയിട്ടേക്കാണ് റോട്ടിൽ. അപ്പോൾ ഇപ്പോൾ നോക്കി, നമ്മൾ ഫോണിലൊക്കെ നോക്കി തീരുമാനിച്ചു. ഇവിടെ പറശ്ശിനിക്കടവ് അടുത്ത് അമ്പലം ഉണ്ട്. നിങ്ങൾ കേട്ട് കാണും, പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലം കേട്ട് കാണും. പറ്റിയാൽ അവിടെ പോകണം. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തൊരു സ്നേക്ക് പാർക്ക് ഉണ്ട്, പാപ്പിനിശ്ശേരി പാമ്പ് വളർത്തു കേന്ദ്രം എന്ന് പറയും. സ്നേക്ക് പാർക്ക്, അത്യാവശ്യം എല്ലാതരം പാമ്പുകളും ഉണ്ടെന്നാണ് കേട്ടിരിക്കണേ. അപ്പോൾ അവിടെ എൻ്റെ ചെറുപ്പത്തിൽ പോയതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അങ്ങോട്ട് പോകാം. അവിടുത്തെ പാമ്പുകളെയും അതുപോലെ തന്നെ വേറെ എന്തൊക്കെ ചെറിയ ജീവികളൊക്കെ ഉണ്ട്, മുതലയോ അങ്ങനെ എന്തൊക്കെയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. നമ്മൾ വണ്ടിയിൽ നിന്ന് വിട്ടതിന് ശേഷം തീരുമാനിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് പോവാം. ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് സ്നേക്ക് പാർക്കിൻ്റെ എൻട്രൻസ്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം നമുക്ക്. ഗൈസ്, ഇങ്ങനെയാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ളവർക്ക് 30 രൂപയും, അതുപോലെ 12 വയസ്സ് മുതൽ 80 വയസ്സ് വരെ 50 രൂപയും, 80 വയസ്സിന് മേലുള്ളവർക്ക് ഫ്രീയുമാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇനിയിപ്പോൾ ഉള്ളിലേക്ക് കയറാം. ഗൈസ്, ഇതാണ് ഇതിൻ്റെ മാപ്പ്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടെന്ന് ഇതിലുണ്ട് കേട്ടോ. എന്തായാലും കാണാം. ഗൈസ്, ഫസ്റ്റ് അക്വേറിയം ആണ് ഫസ്റ്റ് നമുക്ക് കാണാനുള്ളത്. ഇവിടെ ഫസ്റ്റ് കയറുന്ന അക്വേറിയം സെക്ഷനിലേക്കാണ്. ഗൈസ്, ഫസ്റ്റ് നമ്മൾ അക്വേറിയം സെക്ഷനിലേക്ക് കയറി. ഒരുപാട് ടൈപ്പ് ഫിഷസ് ഉണ്ട് ഇവിടെ. അവർ നല്ല ഭംഗിയിലാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ ടാങ്കായിട്ട് ഇങ്ങനെ അക്വേറിയം ആയിട്ടുള്ള നല്ല രീതിക്കാണ്. ഒരുപാടുണ്ട് കാണാൻ ഫിഷസ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ആനിമൽ സെക്ഷനിലേക്കും അതുപോലെ സ്നേക്കിൻ്റെ സെക്ഷനിലേക്കൊക്കെ ബേർഡ്സ് അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിലേക്ക് പോവുക. നമ്മളിങ്ങനെ നടക്കുകയാണ് ഇതിലൂടെ. കാറ്റാടി, ഈ മരത്തിൻ്റെ പേര് കാറ്റാടി എന്നാണ് ഗൈസ്. കാറ്റാടി ഗൈസ്. ഇതിന് ഇഗ്വാന ഉണ്ട് എന്നാ പറയണേ. ഇതില്ലല്ലോ, ഇല്ല ഗൈസ്, കൂട് മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട്. കൂട് മാത്രമേ ഉള്ളൂ, ആ സാധനം ഇല്ലെന്ന് തോന്നുന്നു. ആ ഇല്ലല്ലോ, ഉണ്ട് ഗൈസ്, ഉണ്ട് ഗൈസ്. ആരും അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല ഗൈസ്.
അതിൻ്റെ റിഫ്ലക്ഷൻ വല്ലാണ്ട് കാണുന്നുണ്ട്. മുള്ളമണ്ണിയുടെ കൂടാണ് ഇതാ ഗൈസ് കിടക്കുന്നു. ആഹാ മൂന്നെണ്ണുണ്ട് ഗൈസ്. ഉടുമ്പിൻ്റെ കൂടാണ് ഗൈസ്. ഇല്ല ഗൈസ് ഉടുമ്പിനെ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഉടുമ്പ്. ഒന്നേ തോന്നുന്നുണ്ട്. നമുക്ക് അടുത്ത് കാണാൻ പോവാം. മരപ്പെട്ടി അല്ലേ? മരപ്പെട്ടി. വാല് ഇവിടെ വാലിന്റെ നീളം കണ്ടോ ഗൈസ്? അടുത്ത് കുരങ്ങന്മാരുടെ കൂടാട്ടോ. അത്യാവശ്യം കുരങ്ങന്മാരുണ്ട്. വലിയൊരു കേജാണ് അതിന് വേണ്ടി കൊടുത്തിരിക്കണേ. അവിടെ ഭയങ്കര ചിന്താക്കുറിലായിരിക്കുന്നു. ചെറുതായിരിക്കണം. ഇതാ ചെറുതിരിക്കണം. അവിടെ ഇരിക്കുന്നു. യമു ഷോടത്തിന് ഗൈസ് നല്ല വലിപ്പം ഉണ്ട്. നിങ്ങൾക്ക് എത്ര ഇതിൽ ക്യാമറ എത്ര മനസ്സിലാവുമെന്ന് അറിയില്ല. അമ്മൂന് ഭയങ്കര പേടിയാണ് ഗൈസ്. അമ്മൂന് ഈ സാധനത്തിന് എവിടെ കണ്ടാലും ഒക്കെ പേടിയാ. ഇതിന് അത്യാവശ്യം വലിപ്പം ഉണ്ട്. നിങ്ങൾക്കിത് നിങ്ങൾ കണ്ടു കാണും യമുന്. ഗൈസ് അതിൻ്റെ കാലിൻ്റെ ഒക്കെ വണ്ണം കണ്ടോ ഗൈസ്? ഹായ് ഗൈസ്. ഇത് നമ്മുടെ നക്ഷത്രങ്ങളുടെ മരങ്ങളാണ്. എൻ്റെ നാട് അത്ത കേട്ടോ. അത്തത്തിന് അമ്പഴം ആണ് മരം, വൃക്ഷം. എല്ലാത്തിനും ഉണ്ട്. അതിൻ്റെ വലിയൊരു ബോർഡ് ഗൈസ്. ഇതാ ഇന്ത്യൻ പീകോക്ക്, സിൽവർ ഫെയിൽ, സിൽവർ ഫെസന്റ്. അത് സിൽവർ ഫെസന്റാ? അത് മയിലല്ല. മയിലിതാ വരുന്നു ഗൈസ്. മയില് ചളിയായ പോലെ. അത് ഫെസന്റ് അല്ല, അത് ഫെസന്റ് അല്ല. പക്ഷേ ഗൈസ് മയിൽ, ഗൈസ് ആൺമയിലും പെൺമയിലും. ഗൈസ് അടുത്തത് സ്നേക്സ് ആണ്.
പൈത്തൺ, പെരുമ്പാമ്പ്. ചെറുത് ഇന്ത്യൻ റോക്ക് പൈത്തൺ. ഫോട്ടോ വെച്ചിട്ട് മറ്റേ റോക്ക് പൈത്തൺ പാറയുടെ ഇടയിലൊക്കെ കിടക്കുന്നതാണ്. പെരുമ്പാമ്പ് അവിടെ ഒന്നിരിക്കുന്നുണ്ട്. അതുപോലെ അവിടെ ഇരിക്കുന്നു. ഗൈസ് അടുത്തതാ നല്ല അടിപൊളിയായിട്ട് കാണാം. ഇന്ത്യൻ റോക്ക് പൈത്തൺ എത്തിയിട്ടില്ല, പക്ഷെ എണീറ്റിട്ടുണ്ട്. മകൾ വെച്ചോണോ ഗൈസ്? അടിപൊളി ഇതാണ്. റസൽസ് വൈപ്പർ അണലി. തലയും പല ഒരുപോലെ അണലി, ചേനത്തണ്ടൻ എന്നൊക്കെ പറയും. ഗൈസ് ചേര, ചേരയുടെ വലിപ്പം കാണും ഗൈസ്. നമ്മുടെ നാട്ടിലെ കാണുന്ന ചേര ഇതാ ഗൈസ്. വേറെ ഒന്നും ഉണ്ടായിരുന്നല്ലേ ഗൈസ്? ഇഗ്വാനയാണ്, ഗ്രീൻ ഇഗ്വാന. നേരത്തെ ഒന്നേ കണ്ടുള്ളൂ. ഇതിപ്പോ കുറേ എണ്ണുണ്ട് ഗൈസ്. എന്താ വംശനാശം വരാത്തതല്ല, ഒരുപാടുണ്ട്. അതിന് ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്, ഫുഡൊക്കെ വെച്ചിട്ടുണ്ട്. അനങ്ങുന്നു. സംശയമായിരുന്നു അമ്മയ്ക്ക്. മുതല കിടക്കണു, ഇതേ കിടക്കുന്നു, അവിടെ കിടക്കുന്നു, അവിടെ കിടക്കുന്നു. ഒരുപാടെണ്ണുണ്ട്. വെള്ളത്തിൽ അതാണ് സ്റ്റീവ് ഇർവിൻ എന്ന് പറഞ്ഞിട്ട് മുതലെടുത്തക്കാരൻ. അല്ല, തെരണ്ടീന്റെ വാല് അടിച്ചിട്ടാ മരിച്ചേ. ഓണാണല്ലോ കുട്ടി. അത് ആദ്യമായിട്ടും ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അതന്നെ ആ പോയിന്റിക്ക് ചെയ്യണ, ആ വട്ടത്തേക്ക്. അടിപൊളി കണ്ട, ആ വട്ടത്തേക്ക് ചെയ്യണം. അത് ഏട്ടൻ ചെയ്യുന്ന കാണട്ടെ. അമ്മേ കൊണ്ടില്ലല്ലോ, നല്ല സ്മെല്ല്. നീ ഒന്ന് അങ്ങോട്ട് നിൽക്കി, ഞാൻ വീഡിയോ നിർത്തോട്ടെ. വാവ്, ഒന്ന് കിട്ടി. എത്ര പൊട്ടണം? 5. ഒന്ന് പോയി. 5 പൊട്ടിയാലേ ഉള്ളൂ സമ്മാനം, അത്രേ ഉള്ളൂ. ഇനി ഞങ്ങടാ. ഓ അത് ശരി, ഓരോ ബലൂൺ കിട്ടണം. പൊട്ടി പൊട്ടി. ഒന്ന് പൊട്ടിയില്ല, 5 ഷോട്ടല്ലേ? ഒന്ന് പോയില്ല, ആദ്യത്തെ പൊട്ടിയില്ലല്ലോ. ഐസ്ക്രീം
വലിയ 5 പൊട്ടണം തോന്നില്ലേ? ഗായസ്, കുഞ്ചാക്കോ ബോബനും സുരാജ് വെഞ്ഞാറമൂടൊക്കെ അഭിനയിച്ചിട്ടുള്ള പുതുതായിട്ട് ഇറങ്ങാൻ പോകുന്ന ഗർ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് ഇവിടെ വെച്ചാണ് നടന്നത്. ഇവിടെ അതിലെ ട്രെയിലറിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സിംഹത്തിൻ്റെ കൂട്ടിലേക്ക് ചാടി ഇറങ്ങുന്നതൊക്കെ. അത് ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്, പറശ്ശിനിക്കടവിൽ. ഗായ്സ്, ഇനി മൂർഖൻ്റെ ഒരു അത്യാവശ്യം മൂർഖൻ ഒരുമിച്ചുള്ള ഒരു വലിയ കൂട്ടിക്കാണ് ഗായ്സ്. ഇത് മൂർഖൻ്റെ കൂടെ എ ഗ്രൂപ്പ് ഓഫ് സ്നേക്സ്, ഒരു കൂട്ടം പാമ്പുകൾ നോട്ടെ ഗൈസ്, കാണിച്ചു തരാം. ഇവർക്ക് രണ്ടാക്കും നോട്ടെ, രണ്ടാളുടെ ഫേസ് കാണട്ടെ. വാവ്, നല്ല പേടിയുണ്ട് ഗൈസ്. ഒരു കൂട്ടം ഗൈസ് നോക്കണം, അടിപൊളിയായിട്ട്. ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് മനസ്സിലാവണ്ടേ ഗൈസ്? കുറെ ഉണ്ട്. അതെ, ഇത് ഒരുമിച്ച് നടന്നല്ലേ ഇഴഞ്ഞ്. ഗായ്സ്, ഒന്നിന്റെ തല കണ്ടുപിടിച്ചു. ഗായ്സ്, തല കണ്ടോ? മൂർഖനാട്ടോ ഗായ്സ്, എല്ലാം മൂർഖനാണ്. ഫാമിലി ആയിട്ട് കിടക്കാതെ ഫാമിലി വരുന്നു ഗായ്സ്. ഒന്ന് ഇഴഞ്ഞ് ഈ കൂട്ടത്തേക്ക് കയറുന്നു. അതിന്റെ ഇടയ്ക്കാണ് വരുന്നത്. നിങ്ങൾക്ക് ഇത് ചില്ല് കൂടെ ആയതുകൊണ്ട് വരൂല. ക്ലോസ്ഡാ ഗൈസ്. എഴഞ്ഞു പോകുന്നുണ്ടോ ഗൈസ്? രണ്ടാളുടെ ഫേസ് ഒന്ന് കാണട്ടെ. ഓ, ഇതിന്റെ ഉള്ളിൽ ഇറങ്ങണ വാതിൽ ഇതാണ് കേട്ടോ. ഇതാണ് ഇതിന്റെ വാതില്. ചില്ല് തൊടാൻ പാടില്ല. ഇങ്ങനെ ഇത് കൂടെ വാ, പേടിക്കൂലെങ്കിൽ. കിങ് കോബ്രയുടെ കൂടാണ്. നമുക്ക് നോക്കാം എവിടെയെങ്കിലും. കണ്ടു ഗൈസ്, കണ്ടു. ഗൈസ് കിടക്കുന്നു. കിങ് കോബ്ര, പാമ്പുകളുടെ രാജാവ്. പാമ്പുകളുടെ രാജാവ്. തല ദാ അവിടെ ചെറുതായിട്ട് കിടക്കുന്നു. ഗൈസ്, വൈൻ സ്നേക്ക്, പച്ചിലപ്പാമ്പ്, അതാണ് ഗൈസ് ഇത്. എന്താ ഗൈസ്, നൂല് പോലെ അത്രയും ഭയങ്കര വണ്ണം പറഞ്ഞില്ല ഗൈസ്. നമ്മൾ ഫോണാക്കുന്നതനുസരിച്ച് അത് തല അങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഗൈസ്. അതിൻ്റെ മേലെ ഒന്നിരിക്കുന്നുണ്ട്. കോമൺ ഫ്രൈറ്റ് ശംഖ് വരയും ഗൈസ്. ശംഖ് വരയതിൻ്റെ ഉള്ളിൽ എവിടെ ഇതാഗ്രഹിച്ചിരിക്കുന്നു. ശംഖ് വരയൻ കല്ലിൻ്റെ ഇടയിലുണ്ട്. ഒന്നേ ഉള്ളൂ പോകുന്നുണ്ട് അല്ലേ? അത്രേ ഉള്ളൂ ഗൈസ്. പെരുമ്പാമ്പ് തന്നെ ഇന്ത്യൻ റോക്ക് പൈത്തൺ ഒരുപാട് സ്ഥലത്തുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ തന്നെ ഒരുപാട് കൂടുകളിലുണ്ട് ഇന്ത്യൻ റോക്ക് പൈത്തൺ. എന്താ ഗൈസ് ഇരിക്കുന്ന ഒന്ന് കിടക്കുന്നു ഗൈസ്. ഭയങ്കര സൈലൻ്റാ. കോമൺ സാൻഡ്രോ, ഇല്ലേ ഗൈസ്? കിട്ടി ഗൈസ്. ഈ പാമ്പ് മണ്ണൂലി. ഈ പാമ്പിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഇത്ര ദൂരമുണ്ടായിരുന്നു. ഇരുതലയൻ ഗൈസ്. ഇരുതല മൂരി എന്നൊക്കെ പറയുന്നത് ഇതിനെയാണെന്ന് തോന്നുന്നു.
ഗായ്സ് നമ്മളങ്ങനെ സ്നേക്ക് പാർക്ക് കണ്ടിറങ്ങി. അത്യാവശ്യം പാമ്പുകൾ, എല്ലാതരം പാമ്പും കണ്ടു. ഇനിയിപ്പോൾ പാമ്പുകൾ തന്നെയാണ് കൂടുതൽ, പിന്നെ ചില പക്ഷികളും ചീങ്കണ്ണി അങ്ങനെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. കൂടുതൽ സ്നേക്ക് പാർക്ക് എന്നുള്ള പേരിനനുസരിച്ച് തന്നെ സ്നേക്ക് പാർക്ക് ആയതുകൊണ്ട് തന്നെ പാമ്പുകളാണ് കൂടുതൽ, വേറെ ജീവികളൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിലാണ് പോയത്. അപ്പോൾ ഈ റൂട്ടിൽ ആരെങ്കിലും പറശ്ശിനിക്കടവ് ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ഈ സ്നേക്ക് പാർക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യുക, വന്നവർ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.